എന്താണ് ഡിജിറ്റൽ കോച്ചിങ്? ഈ ഡിജിറ്റൽ കോച്ചിങ് എന്ന് പറയുമ്പോൾ ആളുകളുടെ സ്കില്ലിനെ ഡിജിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണല്ലോ ഉള്ളത്. ആ സ്കില്ലിനെ 100% ഓൺലൈനിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് ലോകം മുഴുവൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഡിജിറ്റൽ കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ. ഉം. അപ്പം ഓഫീസൊക്കെ ഇട്ട് ഒരാൾ വർക്ക് ചെയ്യുന്നതും ഈ ഡിജിറ്റൽ കോച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതെ 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 അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ആൾക്കാരുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഓഫ്ലൈനിൽ ഇപ്പം എന്തുവാണ് കൗൺസിൽ ചെയ്യുന്നു, ഓഫ്ലൈൻ കൗൺസിൽ ചെയ്യുന്നു, വർഷങ്ങളോളം കൗൺസിലിംഗ് ആണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സെയിം സംഭവമാണ് നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ സ്ഥലപരിമിതിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം തിരുവനന്തപുരത്തിരിക്കുന്ന ഒരാൾ ഓഫ്ലൈൻ ഓഫീസാണ് എങ്കിൽ, ഇപ്പോൾ കോഴിക്കോടുള്ള ഒരാൾ വന്ന് കൗൺസിൽ ചെയ്യുക, അല്ലെങ്കിൽ ബോംബെയിലുള്ള ഒരു മലയാളി വന്ന് കൗൺസിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. ഉണ്ടായിരിക്കാം, പക്ഷേ വളരെ വിരളമായിരിക്കും അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, യാത്രാ ചിലവ്, ബുദ്ധിമുട്ടുകൾ. പക്ഷേ ഇതാകുമ്പോഴത്തേനും ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് എവിടെ വേണമെങ്കിലും ചെയ്യാം. ഇനീഷ്യലി ഞാനൊക്കെ തുടങ്ങിയത് ശരിക്കും മൊബൈൽ ഫോൺ കോളുകൾ, അതുപോലെ വാട്സപ്പ് വീഡിയോ കോളുകൾ ഇതുപയോഗിച്ചാണ് ഞാൻ ഇനീഷ്യലി തുടങ്ങിയത്. പിന്നീടാണ് ഇതിനെ സൂം പ്ലാറ്റ്ഫോമിലേക്കും ഗൂഗിൾ മീറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമിലേക്കും യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആക്ച്വലി കൂടുതൽ ഒരു റവന്യൂ മോഡലും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഒരു സ്കെയിലബിൾ മോഡൽ എന്ന് പറയുമ്പോൾ ശരിക്കും ഡിജിറ്റൽ കോച്ചിങ് തന്നെയാണ്, കമ്പയർഡ് ടു ഓഫ്ലൈൻ കോച്ചിങ്. ഓഫ്ലൈൻ കോച്ചിങ്ങിൽ എന്താണ്, ലിമിറ്റേഷൻ ഉണ്ട്, പരിധിയുണ്ട്. പക്ഷേ ഇവിടെ ഓൺലൈനിലാകുമ്പോൾ അത് പരിധിയില്ല. ആരെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് കൺസൾട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോച്ച് ചെയ്യാം. നമുക്ക് സൂം പോലെയുള്ള പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് വളരെ വലിയ ഗുണമാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. 1. 2, ഒരു ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ ഒരു സൂമോ വളരെ നല്ല രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട് അറിയണം. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വ്യക്തി ആദ്യമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് ആദ്യമായി ഈ ഡിജിറ്റൽ മേഖലയിലേക്ക് കടന്നു വരുമ്പോഴേക്കും അവരോട് എന്താണ് പറയാനുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഡിജിറ്റൽ കോച്ചിങ്ങും ഓഫ്ലൈൻ കോച്ചിങ്ങും തമ്മിലുള്ളൊരു വ്യത്യാസം. ഈ ഓഫ്ലൈൻ ട്രെയിനിങ് സെഗ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരാൾ തന്നെ പല ഡൊമൈൻ എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, സെയിൽസ് ട്രെയിനിങ് എടുക്കാറുണ്ട്, ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം എടുക്കാറുണ്ട്, അല്ലെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ എടുക്കാറുണ്ട്, പേരൻറ്റിങ് എടുക്കാറുണ്ട്, മോട്ടിവേഷൻ എടുക്കാറുണ്ട്. ഒരാൾ തന്നെ പലതരത്തിലുള്ള സബ്ജക്റ്റുകൾ എടുക്കാറുണ്ട്. ഈ ഓഫ്ലൈൻ കോച്ചിങ്ങിൽ അങ്ങനെയാണ് പൊതുവേ കണ്ടുവരുന്നത്. കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ പോലും അങ്ങനെയാണ് ലീഡിംഗ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് പോലും ചെയ്യുന്നത്. പക്ഷേ ഈ ഡിജിറ്റൽ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനൊരു ഡിമാൻഡഡ് പ്രോഡക്റ്റാക്കി മാറ്റുകയാണെങ്കിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം നാരോ ഡൗൺ ചെയ്ത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം കസ്റ്റമേഴ്സ് നമുക്ക് ലഭിക്കും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇപ്പോൾ നമ്മുടെ കുട്ടിയെ ഒരു ട്യൂഷന് വിടണം. കുട്ടിക്ക് വേണ്ടത് കണക്കിൻ്റെ ട്യൂഷനാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ വീടിനടുത്ത് തന്നെ എല്ലാ സബ്ജക്റ്റും ട്യൂഷൻ എടുക്കുന്ന ഒരു അധ്യാപകനുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എല്ലാം ഉണ്ട്. അദ്ദേഹം എക്സലൻ്റ് അധ്യാപകനാണ്. അതും ഒരു 10 കിലോമീറ്റർ മാറി മാത്തമാറ്റിക്സ് മാത്രം പഠിപ്പിക്കുന്ന ഒരു മാസ്റ്ററുണ്ട്, ഒരു അധ്യാപകനുണ്ട്. നമ്മുടെ കുട്ടിക്ക് വേണ്ട കണക്കിൽ ഇവൻ തോറ്റു പോവാം, അവനെ കണക്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ശരിക്കും നമ്മൾ എവിടെ വിടും? സ്പെഷ്യൽ ട്യൂഷന് വിടും. അപ്പോൾ സ്പെഷ്യാലിറ്റിയാണ് തീർച്ചയായിട്ടും ആകർഷണമുള്ളത്, അല്ലേ? സ്പെഷ്യാലിറ്റിയിലാണ് കൂടുതൽ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുമല്ല, ഈ ഒരു ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം, സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ, നമ്മൾ ഈ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ നാരോ ഡൗൺ ചെയ്ത് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിനെ നാരോ ഡൗൺ ചെയ്ത് ആ മേഖലയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പരസ്യങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. വൈഡായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു ജനറൽ ടോപ്പിക്ക്, ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന ഒരു ജനറൽ ടോപ്പിക്കാണ്. ഈ ലൈഫ് കോച്ചിങ് ഫോർ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് വരുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. ലീഡിൻ്റെ ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട് പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റിൽ. ഇനിയല്ല, റീൽസ് ചെയ്യാനാണെങ്കിൽ പോലും അത് കണ്ടുവരുന്ന ആളുകൾ ജനറൽ കാറ്റഗറി ആയിരിക്കും. അതേസമയം സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി ലീഡ്സ് കിട്ടുകയും ചെയ്യും,
അതിനനുസരിച്ചുള്ള പ്രീമിയം ക്ലയൻസിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഡിജിറ്റൽ കോച്ചിങ്ങും ഈ ഓഫ്ലൈൻ കോച്ചിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഏറ്റവും കൂടുതൽ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് ഡിജിറ്റൽ കോച്ചിങ് തന്നെയാണ്. എന്താണ് സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല, സ്കെയിലബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ലാഭം അല്ലെങ്കിൽ എന്താണ് വലിയ രീതിയിൽ റീച്ച് ചെയ്യുക, മാസ് ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യുക. ഇപ്പം നമുക്ക് ഇപ്പം എറണാകുളത്ത് ഇരുന്നുകൊണ്ട് ഒരു 10,000 പേരുടെ പ്രോഗ്രാം വെക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഓഡിറ്റോറിയങ്ങളോ വളരെ കുറവാണ് അല്ലേ? ഉണ്ടെങ്കിൽ തന്നെ അത് കോർഡിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയോ മാസങ്ങളുടെ എഫർട്ടുണ്ട്. അതേസമയം 10,000 പേരുടെ ഒരു പ്രോഗ്രാം സൂമിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഒരു 1 വീക്കിൽ പരസ്യം മാത്രം ഒന്ന് റൺ ചെയ്താൽ മാത്രം മതി. 1 വീക്ക് അല്ലെ മാക്സിമം ഒരു 2 വീക്ക് പരസ്യം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് 10,000 പേരുടെയോ 20,000 പേരുടെയോ ഒക്കെ സെഷൻസ് സൂമിൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓഫ്ലൈൻ പ്രോഗ്രാം നടത്തുന്നതിനേക്കാൾ എക്കണോമി ആയിട്ട് നമുക്ക് ഓൺലൈൻ പ്രോഗ്രാം ചെയ്യാമെന്നാണ് പറയുന്നത് അല്ലേ? അതെ, ഓൺലൈൻ പ്രോഗ്രാമിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്താ സ്കെയിലബിലിറ്റി എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾ വരുമ്പോൾ കൂടുതൽ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇൻകം സ്വാഭാവികമായിട്ട് വർദ്ധിക്കുമല്ലോ. ഓക്കെ. അല്ല, ഇപ്പോൾ പലപ്പോഴും പറഞ്ഞല്ലോ നാരോ ഡൗൺ എന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? ഞാൻ പലപ്പോഴും എൻ്റെ സെഷനിൽ പറയാറുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരു യോഗ അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഒരു യോഗ അധ്യാപകന് നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇന്ദു പോയി പഠിക്കുകയാണ്. അയാൾക്ക് എത്ര രൂപ ഒരു മാസത്തെ ക്ലാസ്സിന് കൊടുക്കാനായിട്ട് തയ്യാറാണ്? ഒരു മാസം ഒരു 8 ക്ലാസ് കിട്ടുമെന്ന് വിചാരിക്കുക. 8 ക്ലാസ്സിന് എത്ര രൂപ പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ്? ഇപ്പോൾ നോർമലി ആണെങ്കിൽ നമ്മൾ ഒരു മാസം ഒരു 1000 രൂപ, ആ ഒരു ചിലപ്പോൾ ഒരു 5-6 സെഷൻസ് കിട്ടും. അതിലൊരു നമ്മൾ 1000 അല്ലെ 1500, അതിനപ്പുറം പോവില്ല. അപ്പോൾ ഈ സെയിം പ്രോഗ്രാമിനെ നമുക്ക് 1,00,000 രൂപയോ 2,00,000 രൂപയോ ഒരു പ്രോഡക്റ്റാക്കി മാറ്റാനായിട്ട് പറ്റും. ശരി. അതായത് നമ്മൾ ഈ യോഗ സെഗ്മെൻറ്റിനെ ഒരു തെറാപ്പി മോഡലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു ഹെൽത്ത് സെഗ്മെൻറ്റുമായിട്ട് നമ്മളതിനെ കണക്ട് ചെയ്യുന്നു. ഹെൽത്ത് സെഗ്മെൻറ്റിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ഉദാഹരണം, ഒരു 20 വയസ്സിനും 25 വയസ്സിനും മധ്യപ്രായമുള്ള കോർപ്പറേറ്റ് വർക്കിംഗ് വിമൻ മാനേജേഴ്സ്, കോർപ്പറേറ്റ് മാനേജേഴ്സ്, IT പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന 20 വയസ്സിനും 25 വയസ്സിനും മധ്യപ്രായമുള്ള ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. ശരി. ഓക്കെ. അപ്പം ഫസ്റ്റ് ഡെലിവറി കഴിയുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നത് എന്താണ്? ഒന്നുകിൽ സിസേറിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയിരിക്കാം. ഇത് കാരണം അവരുടെ ബാക്ക് പെയിൻ ഉണ്ടാകും, ബോഡിയുടെ ഷേപ്പ് നഷ്ടപ്പെടും. കാരണം കുട്ടി ഫീഡിങ് ചെയ്യുമ്പോഴത്തേനും ശരീരത്തിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാം, വയറ് ചാടാം അല്ലേ? അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ആളുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർ വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും. കാരണം അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രൊഫഷണൽ ധാരാളം ആൾക്കാരെ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെയിലി. അപ്പോൾ അവർ ബ്യൂട്ടിക്ക് വേണ്ടി എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് അല്ലേ? അപ്പം ഗോയിങ് ബാക്ക് ടു അതായത് ഷേപ്പ്ലെസ് ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് ഒരു ബ്യൂട്ടി, ഒരു 18 വയസ്സ് തോന്നിക്കുന്ന അല്ലെ 20 വയസ്സ് തോന്നിക്കുന്ന ഒരു ശരീരത്തിലേക്ക് എങ്ങനെ എത്താം യൂസിങ് യോഗ തെറാപ്പി. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു 1000 രൂപയുടെ ക്ലാസ് എടുക്കുന്ന ഒരു മാഷിന് അദ്ദേഹം ഈ ഒരു വിഷയത്തെക്കുറിച്ചൊന്ന് പഠിച്ചാൽ മാത്രം മതി, അഡീഷണലായിട്ടൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തെ ഈ രീതിയിൽ അതിനെ പൊസിഷൻ ചെയ്യുമ്പോൾ സാധാരണ ഒരു യോഗ ക്ലാസ്സിന് 1000 രൂപ കിട്ടുമ്പോൾ എന്താണ്, നിങ്ങളുടെ ശരീരത്തെ ഷേപ്പ് ചെയ്യാം, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ശരീരത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് എന്താണ് ഒരു യങ് വുമണായിട്ട് മാറാം, അല്ലെ യങ് ഗേളായിട്ട് മാറാം യൂസിങ് പവർ യോഗ തെറാപ്പി എന്ന് പറയുമ്പോൾ അതിന് ദേ വിൽ പേ മിനിമം 1 lakh 2 lakh rupees. അതിന് സ്വഭാവം തന്നെ മാറും അല്ലേ? അതാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു സെഗ്മെൻറ്റിനെ ഒരു നാരോ ഡൗൺ ചെയ്തിട്ട് ഒരു ഹൈ ഡിമാൻഡഡ് സർവീസ് മോഡലാക്കി മാറ്റുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ്ങിലേക്ക് വരുമ്പം ആൾക്കാർക്ക് ഒരുപാട് സ്കില്ല് വേണമെന്നില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ ആ യോഗ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ നാരോ ഡൗൺ ചെയ്ത് മറ്റൊരു ഹൈ ടിക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിമാൻഡഡ് സർവീസ് പ്രോഡക്റ്റിലോട്ട് മാറ്റുമ്പോൾ ആളുടെ സ്കില്ല് അത് തന്നെ മതി. സ്കില്ല് അത് തന്നെ, വേറൊന്നും വേണ്ട. അദ്ദേഹത്തിന് അറിയാവുന്ന യോഗാസനങ്ങളിൽ നേരത്തെ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇതിൻ്റെ പേരൊന്ന് മാറ്റി, യോഗ തെറാപ്പി എന്ന് ആഡ് ചെയ്തു. അതിനുശേഷം പവർ യോഗ തെറാപ്പി ആഡ് ചെയ്തു. അതിനുശേഷം ഈ പറഞ്ഞ ഗോയിങ് ബാക്ക് ടു യുവർ ഷേപ്പ്
എന്നുള്ള സെഗ്മെൻറ്റോട് ആഡ് ചെയ്തപ്പോൾ സംഭവം ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റാക്കി മാറ്റി, ഒരു ഡിമാൻഡഡ് പ്രോഡക്റ്റായി മാറി. പ്രോഡക്റ്റ്. ഓക്കെ, അതാണ് വെരി എൻ്റെ നൈസ്, പ്രധാനപ്പെട്ടത്. വെരി നൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ്ങിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞു ഇന്റർനെറ്റ് വേണം, സൂം വേണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതെ അതെ അതെ. അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സെഗ്മെന്റിലേക്ക് കടന്നു വരാൻ പാടുള്ളൂ. ചോദ്യം ഒന്നുകൂടെ പറയാമോ? അതായത് ആദ്യമായി ഡിജിറ്റൽ കോച്ചിങ്ങിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ആ. വേണ്ടുന്ന ബേസിക് നീഡ്സ് എന്തൊക്കെയാ? ഒന്ന്, ഒരു മൊബൈൽ ഫോൺ വേണം, ഒരു സ്ട്രോങ് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. ഇത്രയും മാത്രം മതി. കാരണം ഞാൻ എൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണ്. ഓക്കെ. ഒരു ചെറിയൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു 90 ഡേയ്സ് ഉണ്ട്, 90 ദിവസം ഉണ്ട്, ഏതാണ്ട് 11 ലക്ഷം രൂപയോളം എനിക്ക് ഏൺ ചെയ്തത്. ശരി. ഒള്ളി നമുക്കൊരു മൊബൈൽ ഫോൺ കോൾ മാത്രം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇവിടെ ഓട്ടോമേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇനിഷ്യലി നമ്മളൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എങ്ങനെ നമുക്ക് കൊടുക്കാം, അതെങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാം, ഈ കാര്യങ്ങൾ മാത്രമാണ്, വേറെ ഒന്നും തന്നെ ഇല്ല. ഇത് പണ്ട് മുതലേ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അതെ അതെ അതെ. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷേ അതിനൊരു ഒരു ഡിമാൻഡഡ് സർവീസ് മോഡൽ, ഒരു ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് മോഡൽ എന്നുള്ളൊരു പേര് അതിന് കൊടുത്ത് ഓൺലൈനിലൂടെ ഇന്ന് ഒരു ബ്രാൻഡിങ്ങോടെ ചെയ്ത് ഒരു പുതിയ രൂപത്തിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഹോട്ട് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം ഇതിനകത്ത്, വേറൊന്നും തന്നെയില്ല. ഡിജിറ്റൽ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പലരുടെയും കയ്യിൽ ലാപ്ടോപ്പ് ഒന്നും കാണില്ല, പക്ഷെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉണ്ടാവും. നമുക്ക് ഈ മൊബൈൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു കോച്ചിങ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഇനീഷ്യലി 90 ഡേയ്സ് കൊണ്ട് 11 ലക്ഷം രൂപയോളം എനിക്ക് ഏൺ ചെയ്തു. അപ്പോൾ അത് എന്താണ്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്തിരുന്നത് പലതരത്തിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകളാണ് ആളുകളെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ഓക്കെ. ഇനിഷ്യലി ഞാൻ ഭൈരവതന്ത്ര പോലെയുള്ള ടെക്നിക്കുകൾ, ഒരു യുണീക്കായിട്ടുള്ളൊരു പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. അപ്പോൾ ഒരുപക്ഷെ കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഭൈരവ ടെക്നിക്ക് പഠിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്നു. ഓക്കെ. അല്ല, ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്ന ആ ഒരു സെഗ്മെൻറ്റ്, ആ ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകൾ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഭൈരവ കൊടുക്കുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഇനിഷ്യലി എനിക്ക് വലിയൊരു സ്വീകാര്യത ലഭിച്ചു. അപ്പോൾ ഞാൻ ഈ മെഡിറ്റേഷൻ മാത്രമല്ല, ഏതൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് അതിനെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. പബ്ലിക് സ്പീക്കിംഗ് ആയിക്കോട്ടെ, ഒരു കൗൺസിലിംഗ് ആയിക്കോട്ടെ. ഇപ്പോൾ ഒരാളെ കൗൺസിൽ ചെയ്യാനായിട്ട് ഒരു റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങോ, ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ഒരു കൗൺസിലിങ്ങോ, ഒരു ഹീലിങ്ങോ, എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ അടുത്ത് ഒരാളൊരു പ്രോബ്ലം വന്ന് പറയുന്നു. ഓക്കെ, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന രീതി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ദ വേ യു ടീച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ ആയിക്കോട്ടെ, അതോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്ലയൻറ്റ് ആ പ്രോബ്ലം എല്ലാം പറയുന്നത്, നമ്മളത് കേൾക്കുന്നു. കേട്ടതിന് ശേഷം അത് നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയുണ്ട്, തിരിച്ചവതരിപ്പിക്കുന്ന രീതി. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഒരു സ്വഭാവം അതിനകത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം അയാളുടെ സാഹചര്യം മനസ്സിലാക്കി, അയാളുടെ മനസ്സിൻ്റെ ഒരു നില മനസ്സിലാക്കി, അയാൾക്ക് ഏത് രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് നമ്മൾക്ക് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ചില ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ അയാൾക്കത് വളരെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഇമോഷണലി കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതിനകത്ത് നമ്മൾ വലിയ ലാപ്ടോപ്പോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഓട്ടോമേഷൻ സിസ്റ്റങ്ങളോ ഒന്നുമല്ല പഠിക്കേണ്ടത്. ആദ്യം മാസ്റ്റർ ചെയ്യേണ്ടത് അവനവൻ്റെ സ്കില്ലിലാണ്. സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ആ കാര്യം പഠിക്കുക, അതിനകത്ത് വലിയ രീതിയിലുള്ള നോളജ് സമ്പാദിക്കുക എന്നുള്ളതല്ല. ഒരു ഹോട്ട് പ്രോബ്ലത്തിനെ നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഒരു മേഖലയിൽ. ഇറ്റ്സ് ആൻ ആർട്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇറ്റ്സ് ആൻ ആർട്ട്. ഇതൊരു ആർട്ടാണ്. ആളുകളെ മനസ്സിലാക്കി, അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി, അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് ഒരു ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ഞാൻ ഇതിന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് ഇപ്പം കോച്ചിങ് ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, കേരളത്തിന് പുറത്തോ ആളുകൾ വലിയ രീതിയിലുള്ളൊരു ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്.
പക്ഷേ ഡിജിറ്റൽ കോച്ചിങ്ങിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൺസൾട്ടിങ് മോഡലിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെയുള്ള ഒരാളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ കൊടുക്കേണ്ടത് അവരിൽ ഒരാളായിട്ട് നിന്ന് വേണം. ബേസിക്കലി മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ മനുഷ്യരും സാധുക്കളാണ്, പാവങ്ങളാണ്. അവർക്ക് അവരൊരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ വലിയ കോർപ്പറേറ്റ് രീതിയിൽ അതിനെ വിശകലനം ചെയ്ത് അതിനെ ആ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ആളുകൾ അകലം ഫീൽ ചെയ്യും. ഒരു റാപ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിലൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ അത് കണക്റ്റായി. ദാറ്റ്സ് ഇറ്റ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആർട്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അത് ചെയ്ത് നിരന്തരമായിട്ട് ആളുകളോട് സംസാരിച്ച് തെളിയേണ്ട ഒരു വിഷയമാണ്. അങ്ങനെയാണ് നമുക്ക് ഏതൊരു വിഷയത്തിൽ മാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പം നമ്മുടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ടാലൻ്റ് ഉണ്ടാവും. അതെ. പക്ഷേ ടാലൻ്റ് അല്ലെങ്കിൽ സ്കില്ലുണ്ടാവും. അതെ. പക്ഷേ ഇവരുടെ ഈ സ്കില്ലിനനുസരിച്ച് പലരും പേയ്മെൻറ്റ് വാങ്ങിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പെയ്ഡ് ആവുന്നില്ല. അപ്പോൾ പലരും അണ്ടർ റേറ്റഡ് ആയിട്ടാണ് പേ ചെയ്യുന്നത്. അതെ. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും അത്? ഇത് വലിയൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ലോഗോ ഡിസൈനേഴ്സിനെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് ലോഗോ ഡിസൈൻ ചെയ്യുന്ന ആളുകളുണ്ട്, 500 രൂപയ്ക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, 250 രൂപയ്ക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. കേരള മാർക്കറ്റിലാണ് ഞാൻ പറയുന്നത്. കേരള മാർക്കറ്റിൽ തന്നെ 50,000 രൂപയ്ക്ക് ലോഗോ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, 2 ലക്ഷത്തിന് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 25 ലക്ഷം രൂപയ്ക്കും ലോഗോ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ കേരളത്തിലുണ്ട്. പക്ഷേ ഇത് ആ ഇൻഡസ്ട്രിയിലുള്ള, അതായത് ഒരു ഗ്രാഫിക് ഡിസൈനർക്കോ ഒരു ലോഗോ ഡിസൈനർക്കോ പോലും ഇതറിയുന്നില്ല. 25 ലക്ഷം രൂപ ചാർജ് ചെയ്യുന്ന ഒരാൾ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം അറിയാനായിട്ട് പറ്റുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റാണ്. ഞാൻ പലപ്പോഴും ഈ വിഷയം നമ്മുടെ സ്റ്റുഡൻസുമായിട്ടിരുന്ന് പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ വിഷയം ചില ആളുകൾ നല്ല രീതിയിൽ ചാർജ് ചെയ്യാനായിട്ട്, ഞാൻ പറയുന്ന രീതിയിൽ അവർ പൊസിഷൻ ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ട്. പക്ഷേ എത്ര പ്രോഗ്രാം കൊടുത്താലും ചില ആളുകൾ അതിനുവേണ്ടി തയ്യാറാവുന്നില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എനിക്കൊരു കേരള മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പം മുതലുള്ള ശീലം, നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ കണ്ടുപഠിച്ച് ഒരു ഡീഫോൾട്ട് പാറ്റേൺ നമുക്കായിരിക്കുകയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റാണ്. നമ്മളൊരു സാധാരണ വീട്ടിൽ നിന്ന് വരുന്നല്ലോ, ഏറ്റവും പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് വരുന്നു. നമുക്ക് ഒരുപക്ഷെ ഒരു ക്ലയൻറ്റിൻ്റെ 50,000 2 ലക്ഷം രൂപ വാങ്ങാനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ഇല്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. അപ്പോൾ ആ കണ്ടിട്ടില്ലാത്ത അയാളുടെ ചിന്ത എന്താണ്? ഇതൊന്നും ആളുകൾ തരത്തില്ല, പക്ഷെ അദ്ദേഹം നല്ല സ്കിൽഡ് ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ ജനിച്ചു വളർന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പറ്റ ആളുകൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എന്തു ആലോചിച്ച് നോക്കുക, ഇതേ മാർക്കറ്റിലാണ് 25,000 രൂപയുടെയും 40,000 രൂപയുടെയും 1.5 ലക്ഷം രൂപയുടെയും മൊബൈൽ ഫോണുകൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. അപ്പോൾ അത് ബ്രാൻഡ് വാല്യൂ അല്ലേ? ഇപ്പോൾ നമ്മൾ ഐഫോണിനൊക്കെ ഇപ്പം 1.5 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുന്നു, മാക്കിനായാലും അതുപോലെ നല്ല എമൗണ്ട് കൊടുത്ത് മേടിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ അല്ലേ? തീർച്ചയായിട്ടും ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ബ്രാൻഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കോച്ചിങ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോഗോ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സ്കിൽഡ് ആയിട്ടുള്ള ഒരാളുടെ കേസിൽ ഇപ്പോൾ അയാൾ അതിനെ എത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം. ഇപ്പോൾ ഞാൻ എൻ്റെ കോച്ചിങ് പ്രൊഫഷനെ അല്ല എൻ്റെ കൺസൾട്ടിങ് മോഡലിനെ ഞാൻ എത്ര റെസ്പെക്റ്റ് ചെയ്യുന്നു, ഞാൻ ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ 3 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാറുണ്ട്, 5 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഞാൻ എന്നിൽ കോൺഫിഡൻ്റ് ആണ്. കാരണം എൻ്റെ അടുത്ത് ഒരാൾ വന്നിരിക്കുമ്പോൾ ആ രീതിയിലുള്ള വാല്യൂ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുമല്ല, നമ്മളുടെ ആ ഗൈഡൻസിലൂടെ, നമ്മൾ പറയുന്ന ആ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയയിലൂടെ, നിച്ച് പൊസിഷനിലൂടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു ക്ലയൻറ്റിന് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും എന്ന് പൂർണ്ണമായ ധാരണയുണ്ട്. ഈ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പല ആളുകളും ഈ കുറഞ്ഞ റേറ്റിൽ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അല്ല, കുറഞ്ഞ രീതിയിൽ പ്രൈസിങ് കൂട്ടാത്തതിൻ്റെ കാര്യം ഇതാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. ഒരുപാട് സ്കില്ലുള്ള ഒരാളായിരിക്കും ഇപ്പോൾ ഒരുപക്ഷെ ഈ ഡിജിറ്റൽ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. അതെ. അപ്പോൾ ആ സ്കില്ലിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സ്കില്ല് ആണ് നമ്മൾ നിഷ് ഫൈനലൈസേഷൻ എന്ന് പറഞ്ഞല്ലോ. അതെ. അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഇപ്പം എൻ്റെ കേസ് ഞാൻ ചെയ്യുന്നത്, ഇനിഷ്യലി ഒരു ആളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ആ വരുന്ന വ്യക്തിയായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് പലതരത്തിലുള്ള സ്കില്ലുണ്ടെന്ന് വിചാരിക്കുക. പാട്ട് പാടാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ സെല്ല് ചെയ്യാനുള്ള കഴിവുണ്ട്, ലീഡർഷിപ്പിൽ ഉള്ള കഴിവുണ്ട്,
പലതരത്തിലുള്ള കഴിവ് ഒരാൾക്കുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ അയാളോട് നിരന്തരമായിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾ ഏതെങ്കിലും 1-2 വേർഡായിരിക്കും റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും പറയുന്നത്. അല്ലെങ്കിൽ അയാൾക്ക് ഈ ഒരു വിഷയം പറയുമ്പോൾ ഒരു പ്രത്യേക താല്പര്യം കാണും. അത് 1-to-1 സെഷനിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഒരു 45 മിനിറ്റ് സെഷനിലൂടെ പിന്നെ ഒരാളെ നമ്മൾ കേൾക്കുമ്പോൾ, ഒരു കൗൺസിലിംഗ് ആളെ കേൾക്കുമ്പോൾ ആ വ്യക്തി എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പം എത്ര വലിയ മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന രീതി, ഭാഷാ രീതികൾ, ഏത് തരത്തിലുള്ള ടെർമിനോളജികളാണ് അയാൾ യൂസ് ചെയ്യുന്നത്, ഇതിനനുസരിച്ച് നമ്മൾ ക്രാക്ക് ചെയ്തുകൊണ്ട് അയാളുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ശരി. അപ്പോൾ അത് ആ ഒരു നിഷ് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് അതെ 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 പിന്നീട് അതിനെ ബേസ് ചെയ്തായിരിക്കും അടുത്ത ഫുൾ എൻ്റയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതല്ലേ? അതെ 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 ഇപ്പം ഇന്ദു തന്നെ വന്നത് ആലോചിച്ച് നോക്കുക. കൗൺസിലിംഗ് സെഗ്മെൻറ്റിൽ എത്ര വർഷത്തെ പരിചയമുണ്ട്? 2018 തൊട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ധാരാളം ആളുകൾ കൗൺസിൽ ചെയ്തിട്ടില്ലേ ഓഫ്ലൈനിലൊക്കെ? അതെ. അപ്പോൾ എങ്ങനെയാണ് ഇന്ദുവിൻ്റെ ഒരു മാറ്റം? നമ്മൾ നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അല്ലേ, അതെ. എങ്ങനെയാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലെ ബാം മെത്തേഡ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലേക്ക് എങ്ങനെയാണ് എത്തിയെന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? അതിനൊരു സാധ്യത, നിങ്ങൾക്ക് ആ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു അഭിരുചി, അതിനെ പൊസിഷൻ ചെയ്യുന്ന ഒരു രീതി, അതിനെ സംസാരിക്കുന്നത് ദ വേ യു ടീച്ച്, അല്ലെ എങ്ങനെയാണോ നിങ്ങളതിനെ പരിഗണിക്കുന്നത്, എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതവുമായിട്ട് അതിന് ബന്ധമുണ്ട് ആ ടോപ്പിക്കിന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിഷ് ഫൈനലൈസേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ട്രിഗർ ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ള ഒരു ടോപ്പിക്ക് ആയിരിക്കും ഏറ്റവും അത് തിരഞ്ഞെടുക്കുമ്പോഴാണ് അയാൾക്ക് ആ മേഖലയിൽ ശോഭിക്കാനായിട്ട് സാധിക്കുക, കൂടുതൽ കോൺഫിഡൻ്റ് ആവുന്നത്. കാരണം അയാൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ. ശരിയല്ലേ? ഇപ്പോൾ ഇന്ദുവിൻ്റെ കേസ് സ്ട്രെസ്സിലൂടെ കടന്നു പോയതുകൊണ്ടാണല്ലോ സ്ട്രെസ് മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് സ്ട്രെസ് മാനേജ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായത്. അത് സ്വയമേവ പഠിക്കുമല്ലോ, സെൽഫ് അനാലിസിലൂടെ കടന്നു പോയപ്പോഴല്ലേ പഠിച്ചത്. അതാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിലൂടെ ആ ഒരു നിഷ് ഫൈനലൈസേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുക. മൾട്ടിപ്പിൾ സ്കിൽസ് ഉള്ള ഒരാളായിരിക്കും നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു നിഷ് ഫൈനലൈസ് ചെയ്ത് അയാളുടെ ഒരു സ്കില്ലിനെ എടുത്തു. അതിനുശേഷം ആ ഒരു സ്കില്ല് പ്രീമിയം പ്രോഡക്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണോ എന്നെങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റുന്നത്? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അയാളുടെ ജീവിതവുമായിട്ട് ഈ വിഷയത്തിന് ബന്ധമുണ്ടായിരിക്കണം. സംഗീതം ആയിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, ഹീലിംഗ് ആയിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ, അയാളുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം. അയാൾ ഈ പ്രോസസ്സിലൂടെ കടന്ന് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രീമിയം പ്രോഡക്റ്റാക്കി മാറ്റാം. ഇപ്പം എൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആളുകളോട് സംസാരിക്കത്തില്ലായിരുന്നു. ഞാൻ സെയിൽസ് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ പല ആളുകളോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ ഒരു വാചാലനായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ നിരന്തരമായിട്ട് എൻ്റെ പ്രശ്നം അതായിരുന്നു. മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ പ്രശ്നം എന്തായിരുന്നു, എനിക്ക് ഒരാളിനോട് കൺവിൻസിങ് ആയിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. കൺവിൻസിങ് ആയിട്ട് സംസാരിക്കുന്നത് മാത്രമല്ല, സംസാരിക്കത്തേയില്ല, പിന്നല്ലേ കൺവിൻസിങ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രോബ്ലമാണ് അത്. ഞാൻ ഓവർകം ചെയ്തു. നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒബ്സർവ് ചെയ്യുകയും എൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ഹിഡനായിട്ട് കടന്നിരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പുറത്ത് കിടക്കുകയും എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് എനിക്ക് വളരെ നല്ല രീതിയിൽ ഒരാളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതും നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതും. ഇപ്പം നമ്മുടെ കേരളത്തെക്കുറിച്ച് അറിയപ്പെടുന്നത് തന്നെ നമ്പർ 1 കേരളം, അല്ലെങ്കിൽ സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അത് ഒരു പരിധി വരെ സത്യവുമാണ്. നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ വിദ്യാഭ്യാസം ഉള്ളവരും സ്കിൽഡും ആയിട്ടോ, ഇഷ്ടംപോലെ സർട്ടിഫിക്കറ്റും ഉണ്ടാവും. പക്ഷെ അപ്പം സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും പലരും അതിനെ ഒരു മോണിറ്ററി ബെനിഫിറ്റിലോട്ടാക്കാൻ, അല്ലെ പണം വരുന്ന തരത്തിലേക്കുള്ള ഒരു ഇൻകം സോഴ്സ് ആക്കി മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ നമ്മളുടെ ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ്ങിൽ ആവശ്യമാണോ? ഇല്ലില്ല, ആവശ്യമില്ല. ശരിക്കും പറയാറുള്ള പോലെ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ബ്രോക്കൺ. എൻ്റെ മെൻറ്റർ സിദ്ധാർത്ഥ എപ്പോഴും പറയാറുണ്ട്, കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ബ്രോക്കൺ, വി ആർ ബിൽഡിങ് എ ന്യൂ സ്കൂൾ ഫോർ ദ ന്യൂ വേൾഡ്. ഈ ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷൻ
ഒരു 100 വർഷത്തെ എൻ്റയർ ഇൻഡസ്ട്രി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു റെവല്യൂഷണറി മോഡൽ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. കാരണം ഒരാളുടെ സ്കില്ലിനെ ഡിജിറ്റൈസ് ചെയ്ത് അതിൽ നിന്ന് അതിനെ മോണിറ്റൈസ് ചെയ്ത് അതിനെ ഹൈലി സ്കെയിലബിളായിട്ടുള്ള ഹൈലി പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു ഇൻകം സ്ട്രീമാക്കി മാറ്റി കൊടുക്കുക. നമ്മുടെ കോളേജുകളിലും അല്ലെങ്കിൽ സ്കൂളുകളിലും ഒരു വ്യക്തിയുടെ കഴിവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. കറക്റ്റ്. കഴിവിനെ ഐഡൻറ്റിഫൈ ഇപ്പം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നത് നളന്ദ യൂണിവേഴ്സിറ്റിയിലെ തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന കാര്യം ഒരാളുടെ സ്കില്ലിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന അല്ലെ അതിനെ എംപവർ ചെയ്യുന്ന അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ള പഠനങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷെ അത് നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ അഡോപ്റ്റ് ചെയ്തപ്പോൾ അല്ലെ അവരുടെ ഭരണത്തിന് ശേഷം അത് നമുക്ക് ഇല്ലാതായി. അപ്പം ശരിക്കും അതിലേക്കുള്ളൊരു തിരിച്ചു പോക്കാണ്, ഗോയിങ് ബാക്ക് ടു അവർ ഒറിജിൻ. യഥാർത്ഥത്തിലുള്ളൊരു ടീച്ചിങ്, യഥാർത്ഥത്തിലുള്ളൊരു സ്കില്ലിനെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ ആക്ച്വലി പഴയൊരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവാം. ബട്ട് ദ മീഡിയം ഇസ് ഡിജിറ്റൽ, ദാറ്റ്സ് ഇറ്റ്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇഷ്ടമുള്ള മേഖലയിൽ ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് സ്ട്രെസ് ഉണ്ടാവുമോ? എന്തോ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ടല്ലേ. ഇഷ്ടമുള്ള മേഖലയിൽ വളരെ സന്തോഷത്തോടു കൂടി ഫാമിലിയോടൊപ്പം അയാളുടെ ഇഷ്ടമുള്ള ആളുകളോടൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ട് ഒരു പ്രൊഫഷൻ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അതൊരു ബ്ലെസ്സിങ് അല്ലേ? ആലോചിച്ച് നോക്കിയേ. തീർച്ചയായിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മേഖല ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നും തന്നെ ഇല്ല. ഇന്ന് എത്രയോ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പലതരത്തിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള കരിയർ തിരഞ്ഞെടുക്കുന്നു. അതെ. ഒരു 40 വയസ്സോ ഒരു 50 വയസ്സോ കഴിഞ്ഞതിന് ശേഷമാണ് അവർ തിരിച്ചറിയുന്നത് എൻ്റെ സ്കിൽ ഇതല്ലായിരുന്നു, എനിക്ക് പണം മാത്രമേ മിച്ചമുള്ളൂ, പണം അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയാണ് ഞാൻ പോയിരുന്നത്, ഈ ഇഷ്ടമല്ലാത്ത മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റാതിരുന്നുകൊണ്ട് പ്രവർത്തിക്കാതിരുന്നുകൊണ്ട് സ്ട്രെസ്സായി രോഗങ്ങളായി പലതരത്തിലുള്ള ഒരു വലിയ സൈക്കോസൊമാറ്റിക് ഇഷ്യൂസിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സത്യം പറഞ്ഞാൽ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് രംഗത്തെ അതിനൊന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട്, അതായത് ഈ ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വലിയ സ്ട്രെസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഇഷ്ടമുള്ള മേഖല ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, അപ്പോൾ ഞാനതുകൊണ്ടാണ് പലപ്പോഴും കമ്മ്യൂണിറ്റിയിൽ പറയാറുള്ളത്, നിങ്ങൾക്ക് പല ആളുകളും ചോദിക്കാറുണ്ട് ഏത് നിശാണ് ലാഭകരം എന്ന് ചോദിക്കാറുണ്ട്. വിച്ച് നിഷ് ഈസ് പ്രോഫിറ്റബിൾ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ, എല്ലാ നിഷും ലാഭകരമാണ്, എല്ലാ മേഖലയും ലാഭകരമാണ്. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ പാഷനേറ്റായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മേഖല ഏതാണ്, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അതുമാത്രമേ ഡിജിറ്റൈസ് ചെയ്യാൻ പാടുള്ളൂ, അതിൽ മാത്രമേ ഒരു കൺസൾട്ടിങ് തുടങ്ങാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ സ്വാഭാവികമായിട്ട് നിങ്ങളിൽ നിന്ന് എനർജി പമ്പ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണലായിട്ട് അത് പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഓർഗാനിക്കലി നിങ്ങളിൽ നിന്ന് ഡെലിവർ ചെയ്തുകൊണ്ടേയിരിക്കും. ആ രീതിയിലാണ് നിങ്ങളുടെ എനർജിയുടെ ഫ്ലോ. ആ ഒരു വിഷയത്തിൽ നിങ്ങൾ മാസ്റ്ററായിരിക്കും. അപ്പോൾ ട്രെൻഡിന് പുറകെ പോയി കഴിഞ്ഞാൽ ട്രെൻഡ് കഴിയുമ്പോഴത്തേനും അത് ഇൻകം നിന്നു. അതേസമയം ഉള്ളിലുള്ള ആ ഒരു സന്തോഷത്തിനും ആഗ്രഹത്തിനും പാഷനും വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ മരിക്കുവോളം ഈ ഭൂമിയിൽ അല്ലേ ഇതിൽ നിന്നൊരു നല്ല രീതിയിൽ റവന്യൂ മോഡൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടും പറ്റും, നല്ല സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. ഒരാൾ ഈ ഡിജിറ്റൽ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ചിലപ്പോൾ അതേപോലെ സാധാരണ വ്യക്തിയായിട്ട് സാധാരണ ചാർജ് ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും വരുന്നത്. അതെ അതെ അതെ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം അങ്ങ് പറയുന്നത് നമുക്കൊരു പ്രീമിയം ചാർജ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്യാമെന്നായിരിക്കും. അതെ അപ്പോൾ പലപ്പോഴും ഇവരുടെ ഒരു മെൻ്റൽ ബാരിയർ ഇതിന് അനുവദിക്കില്ല പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റിനെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഈ മൈൻഡ് സെറ്റിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇപ്പോൾ ഇന്ദുവിൻ്റെ ഒരു സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എങ്ങനെയായിരുന്നു? ഇനിഷ്യലി വർഷങ്ങളോളം 1 മണിക്കൂറിന് 1000 രൂപ കൗൺസിലിങ്ങിന് ചാർജ് ചെയ്തുകൊണ്ടിരുന്നു, അല്ലേ? ഇതേ സെയിം പ്രോസസ്സ് തന്നെയല്ലേ ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഷിഫ്റ്റ് സംഭവിച്ചത്? ഷിഫ്റ്റ് സംഭവിച്ചതാണ് ആ വ്യക്തി ഇന്ദുവിനെ തന്നെ ഉൾക്കൊള്ളാനായിട്ട് തുടങ്ങി. ഓക്കെ, എനിക്ക് ഇത്രയും വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ 1000 രൂപയ്ക്ക് കൺസൾട്ട് ചെയ്യേണ്ട വ്യക്തിയല്ല എന്നുള്ളൊരു ബോധം നമുക്ക് വന്നു, അല്ലേ? അതെ. അത്രമാത്രമേ ഉള്ളൂ, അതൊരു മൈൻഡ് സെറ്റാണ്. നേരത്തെ നമ്മൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ നമ്മൾ കണ്ണ് തുറന്നു, അത്രേ ഉള്ളൂ. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ഈ ചെറുപ്പക്കാർക്കായാലും ഏതൊരു വ്യക്തിക്കായാലും വേണ്ടത് കുറച്ചുകൂടി സെൽഫ് അവെയർനെസ് ആണല്ലേ?
തീർച്ചയായിട്ടും ഒരു ഇപ്പം ഈ കോൺഫിഡൻസ് എന്നുള്ളൊരു പദം പലപ്പോഴും തെറ്റായിട്ട് ആളുകൾ പ്രയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഈ സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ബട്ട് ഐ കാൻ ചാർജ് മോർ. ആ സ്റ്റേറ്റ്മെൻ്റ് അർത്ഥം എന്താ? അതെ അതെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാമിന് 10,000 രൂപയ്ക്കുള്ളിൽ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. വിച്ച് മീൻസ് അതിന് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഇല്ല, കോൺഫിഡൻസ് 0 ആണ്. അതെ 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 എനിക്കിപ്പോൾ എന്താ 25 ലാക്സിൻ്റെ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും, ബിക്കോസ് ഐ ഹാവ് ദ കോൺഫിഡൻറ്റ്. ഞാൻ എൻ്റെ സെഗ്മെൻറ്റിൽ ഹൈലി കോൺഫിഡൻ്റ് ആണ്. ഇത് പലപ്പോഴും ആളുകൾക്കില്ല എന്നുള്ളതാണ്. അതിനെ ഒരു കണ്ണടച്ചിരിക്കുന്ന ഒരാളിനെ നമ്മൾ കണ്ണ് തുറന്ന് കൊടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് തന്നെയായിരിക്കും ഒരു സബ്ജക്റ്റിൽ ഒരു അതോറിറ്റി ഫീൽ ചെയ്യാത്തത് അല്ലേ ഒരു വ്യക്തിക്ക്? 100% അതോറിറ്റി ഫീൽ ചെയ്യാത്തത് ഇതെല്ലാം ബേസിക്കലി ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ. പക്ഷേ ഇത് പറഞ്ഞതുപോലെ നമ്മൾ ഈ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ ടെർമിനോളജി, സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള ടെർമിനോളജി, ഇതെല്ലാം ഒരു ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന രീതി ഒരു വ്യത്യാസമാണ്. ഇപ്പോൾ ഫോക്കസ് എന്ന് പറയുന്ന സംഭവം, ഫോക്കസ് ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് എന്ന് പറയും. ഇപ്പോൾ ഫോക്കസ് എങ്ങനെയാണ് ഒരു വ്യക്തി ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഈ കോൺഫിഡൻസ് വരുന്നത് എവിടുന്നാണ്? കോൺഫിഡൻസ് എന്നുള്ള ഒരു പദമല്ല മറിച്ച് എന്താണ്, ഫോക്കസാണ് വേണ്ടത്. നമ്മൾ നിരന്തരമായിട്ടൊരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, അത് ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു വിഷയത്തിലേക്ക് നിരന്തരമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ, നിരന്തരമായിട്ട് നമ്മളത് സാധന ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ തപസ്സായിട്ട് എടുത്തിരിക്കുക. നിരന്തരമായിട്ട് ആ വിഷയം ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ അഗ്രഗണ്യനായി മാറുക. അപ്പോൾ നമ്മൾ ഇനിഷ്യലി നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലച്ച് എവിടാൻ നമ്മൾ താഴോട്ട് നോക്കും, ക്ലച്ച് ചവിട്ടാനും ബ്രേക്ക് ചവിട്ടാനും താഴോട്ട് നോക്കും, ഗിയറിൻ്റെ ലിവറിലോട്ട് നോക്കും. പിന്നെ ഈ വണ്ടി നല്ല രീതിയിൽ ഓടിച്ചെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗിയറിലും ക്ലച്ചിലോട്ടും സ്റ്റിയറിങ്ങിലോട്ടും നോക്കുമോ? നോക്കത്തില്ല, ഒന്നും നോക്കത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗിയർ ഇല്ലാത്ത വണ്ടി ഓടിക്കാം, ഓട്ടോമാറ്റിക്കായിട്ടുള്ള വണ്ടി ഓടിക്കുന്നത്, ഇതൊന്നും നോക്കുന്നില്ല അല്ലേ. അപ്പോൾ അത് എവിടുന്നാണ് വരുന്നത്? ഡീഫോൾട്ട് പാറ്റേൺ ആണ് അല്ലേ. അപ്പോൾ അത് നിരന്തരമായിട്ടുള്ള ഫോക്കസിലൂടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡി അത് സെൻസ് ചെയ്ത്, ബോഡി അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു. ബോഡി അതുമായിട്ട് എന്താണ് അലൈൻഡായി. ഇപ്പോൾ സംഗീതം ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, കോച്ചിങ് ആയിക്കോട്ടെ, എന്ത് സെഗ്മെൻ്റ് ആയിക്കോട്ടെ, നിരന്തരമായിട്ട് നമ്മൾ സാധന ചെയ്യുമ്പോൾ, നിരന്തരമായിട്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിരന്തരമായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് അതിൽ ഒരു ഡീഫോൾട്ട് പാറ്റേണായിട്ട് മാറും. കാരണം ആക്ച്വലി ഈ വ്യക്തി പോലും അറിയാതെ, ആക്ച്വലി ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, യഥാർത്ഥത്തിലുള്ള ഫോക്കസ് എന്ന് പറയുന്നത്, അതായത് ഫോക്കസ് ചെയ്യാനായിട്ടൊരു ഓബ്ജക്റ്റ് വേണമല്ലോ, ഒരു വ്യക്തി വേണം, ഒരു ഓബ്ജക്റ്റ് വേണം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് വേണം അല്ലേ. അപ്പം നിരന്തരമായിട്ട് ആ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഫോക്കസ് ചെയ്യപ്പെടുന്ന കോച്ചിങ് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, സംഗീതം ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, ഈ വിഷയം മാത്രമായിട്ട് അവശേഷിച്ചിട്ട് വ്യക്തി ഇല്ലാതായി മാറുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ള ഫോക്കസ്. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു, ഞാൻ കോച്ചിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യും, നിരന്തരമായിട്ട് ഞാൻ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുത്ത് മാസ്റ്റർ ചെയ്ത് എൻ്റെ ജയൻ എന്നുള്ള വ്യക്തിബോധം നശിക്കുകയും എൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാതാവുകയും ആ കോച്ചിങ് മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് ഫോക്കസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഭാഷയ്ക്ക് പലപ്പോഴും പരിമിതിയുണ്ട്. നമുക്കിതൊക്കെ ഇങ്ങനെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വിഷയത്തിൽ നിരന്തരമായിട്ട് തപസ് ചെയ്ത്, സാധന ചെയ്ത്, ഫോക്കസ് ചെയ്ത് വ്യക്തി ഇല്ലാതാകുകയും ആ പ്രോസസ്സ് മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരു അവസ്ഥയാണ് റിയൽ ഫോക്കസ്. അപ്പോഴാണ് അയാൾ ഒരു ഈശ്വരീയ തലത്തിലേക്ക്, അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം, പുള്ളിയുടെ കോച്ചിങ് സിസ്റ്റം ഒരു ഭയങ്കര അത്ഭുതം കേട്ടോ, എൻ്റെ ജീവിതം മുഴുവൻ മാറിയത് അങ്ങനെ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം, പുള്ളി ഒന്ന് കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, മാജിക് അല്ലേ. ഇങ്ങനെ ഒരു മാജിക് ലെവലിലേക്ക് മാറും. ആക്ച്വലി ഇത് നമ്മുടെ ദർശനങ്ങളെല്ലാം പറയുന്നത് ഇറ്റ്സ് എ ഹയസ്റ്റ് ഫോം ഓഫ് മെഡിറ്റേഷൻ. ഇപ്പോൾ മോഹൻലാൽ പലപ്പോഴും പറയാറുള്ള കാര്യം എന്താണ്, അദ്ദേഹം ഒരു ക്യാരക്ടറിനെ കൺസീവ് ചെയ്ത് അഭിനയിക്കുമ്പോൾ ആ മനസ്സിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനെ അവതരിപ്പിക്കുക. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി അവിടെ ഇല്ല. ഐഡൻറ്റിറ്റി
ഇല്ലാതായി ആ കഥാപാത്രമായിട്ട് മാറി. മോഹൻലാൽ സീറോ, ആ കഥാപാത്രമായിട്ട് മാറി. അപ്പോഴാണ് അയാളിലെ യഥാർത്ഥത്തിലുള്ള അഭിനയം ഒരു ആചാര്യൻ അല്ലേ, എന്താണ് അഭിനയ കുലപതി എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുന്നത്, അല്ലെ മെഗാ സ്റ്റാർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് എത്താൻ കാര്യം. അപ്പം ഒരു വിഷയത്തിൽ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്, നിരന്തരമായിട്ട് അതിനൊരു തപസ്സാക്കി മാറ്റുക. ദാറ്റ്സ് വേറൊന്നുമില്ല. ഒരു മാജിക്കൽ ഇൻഡസ്ട്രിയാണ് ഈ ഒരു മേഖല, ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് അഥവാ ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് മോഡൽ അല്ലെങ്കിൽ ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് മോഡൽ. പക്ഷെ നമ്മൾ എത്രമാത്രം അതിനെ സാധന ചെയ്ത് എങ്ങനെ അതിനെ മെച്ചപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം നമ്മുടെ കാഴ്ചപ്പാടും നമ്മൾ എങ്ങനെയാണ് അതിനെ പെർസീവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് അതിൽ ഒരാളെ മികവിലോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയുടെ യുഗമാണല്ലോ. അതെ അതെ അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണാം, ചെറിയ കുട്ടികൾ മുതൽ വലിയ അമ്മൂമ്മമാർ വരെയും സോഷ്യൽ മീഡിയയിൽ വളരെ പ്രമുഖരായിട്ടുള്ള താരങ്ങളാണ്. അതെ അതെ അപ്പോൾ ശരിക്കും ഇവരൊന്നും ഒരുപക്ഷെ വിദ്യാഭ്യാസം കുറഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളവരായിരിക്കാം, പക്ഷെ ടാലൻ്റ് ഇല്ലായിരിക്കാം, ഉണ്ടായിരിക്കാം. പക്ഷെ ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ ഹയറായിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന യുഗത്തിൽ ഈ സോഷ്യൽ മീഡിയ പൊസിഷനിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നു. അതും നമ്മളുടെ ഈ ഡിജിറ്റൽ കോച്ചിങ്ങുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡിജിറ്റൽ കോച്ചിങ്ങിൽ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് വലിയൊരു ഘടകമല്ല. നമുക്കൊരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വീഡിയോസ് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. പക്ഷെങ്കിൽ ഈ അതിൻ്റെ മില്യൺസ് ഓഫ് വ്യൂസിനെ അനുസരിച്ചല്ല നമ്മളുടെ ഇവിടുത്തെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇരിക്കുന്നത്. ഓക്കെ, മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ആ ഒരു ഡിജിറ്റൽ കോച്ചിങ്ങിൽ ലാഭം കിട്ടണം നിർബന്ധമില്ല. കാരണം ഇത് കംപ്ലീറ്റ് പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റിലൂടെ ഒരു പ്രോഡക്റ്റ് അദ്ദേഹം സെല്ല് ചെയ്ത് സെപ്പറേറ്റ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നു. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം ട്രെയിനേഴ്സ്, കോച്ചസ്, ഡിജിറ്റൽ കോച്ചസ്, ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് കോച്ചസ് ഉണ്ട്. ഇവരുടെയൊക്കെ യൂട്യൂബ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ 500 വ്യൂ, 300 വ്യൂ, 100 വ്യൂസൊക്കെയാണ് അവരിടുന്ന വീഡിയോസ്. കാരണം അവർ ആ വിഷയത്തിൽ അഗ്രഗണില്ല. അവർക്ക് കുറേ സോഷ്യൽ മീഡിയ വീഡിയോസോ റീൽസോ ഒക്കെ ഉണ്ടാവാം, പക്ഷേ അതിനകത്ത് വ്യൂസ് കുറവായിരിക്കും. ബട്ട് ദേ ആർ ഏണിങ് മൾട്ടിപ്പിൾ ക്രോർ ഇൻ എ മന്ത്. അതുമായിട്ട് ബന്ധമില്ല. ഡിജിറ്റൽ കോച്ചിങ്ങിലൂടെ ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ്ങിലൂടെ ഒത്തിരി ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. എനിക്ക് പേഴ്സണലി അറിയാൻ ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പ്രീമിയം പൊസിഷനിങ് എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ പൊസിഷനിങ് എന്ന് പറയുന്നത് ഇതിലൊരു ആവശ്യമല്ല. ഇപ്പം നമ്മുടെ പരസ്യം ഒരാൾ കാണുന്നു, അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലുണ്ട് എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് നമുക്കൊരു യൂട്യൂബ് ചാനലോ ഒരു ഇൻസ്റ്റാഗ്രാം ചാനലോ ഉള്ളത് നല്ലതാണ്. ഓക്കെ, അത് ഒരു ഗുണം ചെയ്യും, ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യും. ഓക്കെ ഓക്കെ, ഇതൊന്നുമില്ലാതെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടി കൂടുതൽ നമ്മുടെ അടുത്തേക്ക് വരുവാൻ ആ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എന്താണ്, ഇപ്പോൾ യോഗ തെറാപ്പി, ബാക്ക് പെയിന് വേണ്ടിയിട്ടുള്ള യോഗ തെറാപ്പി കൊടുക്കുന്നു. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോസ് ആ വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു 10, 30, 40 വീഡിയോസ് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഉണ്ടെങ്കിൽ അതൊരു ട്രസ്റ്റാണ്. ഓക്കെ ഓക്കെ, മനസ്സിലായോ? അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പലപ്പോഴും ക്ലയൻസ് നമ്മുടെ അടുത്തേക്ക് അവരുടെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവർ നമ്മളുടെ ടൈമല്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേറ്റിലോട്ടുള്ള ആ ഒരു സാധനമാണ് വാങ്ങുന്നത് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേറ്റീവ് സ്റ്റേറ്റ് ആണ് വാങ്ങുന്നതെന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ പറയുന്നത്? എന്താ ഇപ്പം ഒരാൾ വാങ്ങുന്നത് ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിച്ചാണല്ലോ ഒരാൾ വരുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു യോഗ മാസ്റ്റർ വന്നു, ഓക്കെ, വർഷങ്ങളായിട്ട് പുള്ളി ക്ലാസ് എടുക്കുന്നു, വലിയ രീതിയിലുള്ള ഇൻകം ഇല്ല. അപ്പോൾ നമ്മുടെ പരസ്യം എന്താണ്, ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് മോഡൽ പഠിപ്പിക്കുക, യു ക്യാൻ ചാർജ് 50,000, 1 lakh. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി ആഗ്രഹിച്ചാണ് അദ്ദേഹം വരുന്നത്, അല്ലാതെ ഒരു കോഴ്സ് പഠിക്കാനായിട്ടല്ല. ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാനായിട്ട് സാധിക്കും എന്ന് എൻ്റെ സംസാരത്തിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. അത് കസ്റ്റമർ ജേണി എന്ന് പറയും. അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റ്, അവിടെ നിന്നും ഒരു 50,000 രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ചാർജ് ചെയ്യുന്ന, പെർ ക്ലയൻറ്റിൻ്റെ ചാർജ് ചെയ്യുന്ന ആ ട്രാൻസ്ഫോർമേഷൻ പുള്ളിക്ക് കാണിച്ചു കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു കൺവിൻസിങ്ങിൻ്റെ പുറത്താണ് ആ ഒരു ട്രാൻസ്ഫോർമേഷണൽ ജേണി അവർ ഇമാജിൻ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് ഈ ഓഫ്ലൈൻ കോച്ചിങ്ങും ഓൺലൈൻ
കോച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഒരു ക്ലയൻറ്റ് വന്നു കഴിയുമ്പോഴേക്കും അവർ പോകാൻ പോകുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി അല്ലെങ്കിൽ ക്ലയൻറ്റ് ജേണി കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് കൂടുതൽ ക്ലാരിറ്റി അവർക്ക് കിട്ടുന്നു. അതെ 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 അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിയുമ്പോഴായിരിക്കുമല്ലോ അവർ പർച്ചേസ് ചെയ്യുന്നത്. അതെ 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 അപ്പോൾ ആ ഒരു പ്രൈസിങ് പവർ എന്ന് പറയുന്നത് എങ്ങനെ അത് കൂട്ടാൻ പറ്റുന്നത് ക്ലാരിറ്റി കിട്ടുന്നതനുസരിച്ച്? ക്ലാരിറ്റി കിട്ടുന്നതനുസരിച്ച് ഇത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. ഇനീഷ്യലി നമുക്ക് ഒരു 25,000 റുപ്പീസിന് പെർ കൺസൾട്ടിങ് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് ചാർജ് ചെയ്യാം. ഞാൻ പഠിപ്പിക്കുന്നത് അറിയാലോ, 50,000 രൂപയാണ് ഇനീഷ്യലി കൺസൾട്ടേഷനിലൂടെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നുള്ള അറിയാണ് പഠിപ്പിക്കുന്നത്. അത് ഫ്രം സ്ക്രാച്ചിൽ നിന്നുള്ള ഏതൊരാൾക്കും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നീട് ഒരു 10 സ്റ്റുഡൻസ് അദ്ദേഹത്തിന് വന്നു, അതിലൂടെ റിസൾട്ട് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയെങ്കിൽ ഹി ക്യാൻ ചാർജ് മോർ ഈസിലി. അപ്പോൾ ഒരു പ്രീമിയം ബ്രാൻഡായിട്ട് മാറുകയാണ്. ഏതൊരു പ്രോഡക്റ്റും മാർക്കറ്റിലേക്ക് വന്ന് ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം എന്താണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ധാരാളം കമ്പനികളും പ്രോഡക്ട്സുകളും ഉണ്ട് മാർക്കറ്റിൽ. സെയിം പാറ്റേൺ. എല്ലാവരും പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു പുറകെയാണല്ലോ. അതെ 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 അപ്പം പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് പലരും തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ആ അപ്പോൾ ഈ ഏറ്റവും വലിയൊരു തെറ്റ് എന്തായിരിക്കും പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ പോകുമ്പോഴേക്കും? പേഴ്സണൽ ബ്രാൻഡിൽ പോകുമ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഓവർ എക്സ്പോഷറാണ്. വലിയ രീതിയിലുള്ള ലോഗോ ഡിസൈനിങ്, വലിയ രീതിയിലുള്ള പരസ്യങ്ങൾ, വലിയ രീതിയിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ ഡെലിവർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റും എന്ന് ഒരു 10 പേരെടുത്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ദേ വിൽ പേ യു. ഇതിനകത്ത് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് പൊസിഷൻ നല്ലതാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷനാണ്. അത് ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആണെങ്കിലും. ഓൺലൈൻ ആണെങ്കിൽ എന്താണ്, മൊബൈലിലൂടെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ സൂമിലൂടെ സംസാരിക്കുന്നു. നേരിട്ടാണെങ്കിൽ എങ്ങനെയായാലും നമ്മുടെ ഹൃദയം തുറന്ന് നമ്മളുടെ ഒറിജിനൽ വേർഷനിൽ നിന്ന് സംസാരിച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. വേറെ കാര്യമൊന്നുമില്ല. സിമ്പിൾ. ഒരു വ്യക്തി ആദ്യമായിട്ട് ഇതിലേക്ക് കടന്നു വരുമ്പോഴേക്കും, ഒരു വ്യക്തി ആദ്യമായി ഡിജിറ്റൽ കോച്ചിങ്ങിലേക്ക് കടന്നു വരുമ്പോഴേക്കും, സാധാരണ നമ്മൾ ഓഫ്ലൈൻ കോഴ്സിനാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഫിസിക്കലി അവിടെ പോയി പ്രസൻ്റ് ആവുകയും മറ്റും ചെയ്യേണ്ടതുണ്ട്. അതെ 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 പക്ഷെ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് താങ്കളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് എത്ര സമയം ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വരും? ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ടൊരു 2 മണിക്കൂർ പഠനങ്ങൾക്കായിട്ടും ഇംപ്ലിമെൻറ്റേഷനായിട്ടും അദ്ദേഹം മാറ്റി വേണം. കാരണം ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് വീഡിയോ മേക്കിംഗ് സ്കില്ലാണ്. ഇപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക്, ഈ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം ക്യാമറ ഫിയർ, അല്ലെങ്കിൽ ക്യാമറയെ നോക്കി വീഡിയോ ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് 0 ആയിരുന്നു എനിക്ക്. കാരണം നമ്മൾ വളരെ കോൺഷ്യസ് ആണല്ലോ, നമ്മളെക്കുറിച്ച് കോൺഷ്യസ് ആണല്ലോ. നമ്മൾ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ധരിക്കുമെന്നാണ് ചിന്ത. ഇതെത്ര പറഞ്ഞു കൊടുത്താലും ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ ഏതാണ്ട് 200ഓളം വീഡിയോ റെക്കോർഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത ഒരാളാണ്. ഈ ഒരു വിഷയം എനിക്ക് പറ്റത്തില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരാളാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ എത്രയോ ആളുകളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ അടുത്ത് വന്ന കുറേ ആളുകൾ, ഇപ്പോൾ ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ, ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം ആക്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ, അപ്പോൾ അദ്ദേഹം ഈ ഒരു വിഷയത്തിലേക്ക് വന്നു. എങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം വീഡിയോ റെക്കോർഡ് ചെയ്തു. പക്ഷെ അദ്ദേഹം ഈ രീതിയിലുള്ള, ഈ സ്വഭാവത്തിലുള്ള പരസ്യ വീഡിയോകൾ അങ്ങനെ ചെയ്തിട്ടില്ല. മറ്റുള്ളവരെ കൊണ്ട് അദ്ദേഹം ചെയ്യിക്കുമായിരുന്നു. ഈസ് ആൻ ആക്ടിങ് ട്രെയിനർ, ആക്ടിങ് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം സ്വയമേവ ഇങ്ങനൊരു ഈ സ്വഭാവ രീതിയിലുള്ളൊരു പരസ്യം ചെയ്തിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ആ വീഡിയോ ചെയ്യിപ്പിച്ചു. വെറും 600 രൂപ അദ്ദേഹം പരസ്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് രാവിലെ ഫേസ്ബുക്കിൽ പൈസ ഇട്ടു 600 രൂപ. വൈകിട്ടായപ്പോഴത്തേനും 2 പേര് പ്രീ കൺസൾട്ടിങ്ങിൽ ബുക്ക് ചെയ്തു. അതായത് 999 2 പേയ്മെൻറ്റ് അദ്ദേഹത്തിന് കിട്ടി. അതിൽ ഒരാൾ 50,000 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. സൂപ്പർ. അപ്പോൾ ഈ രീതിയിൽ ഏതൊരാൾക്കും മാറാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന ഒരു പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്ത് അയാളത് ഫോളോ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അയാൾക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയം ചിന്തിച്ചില്ല. ഈ സിസ്റ്റം ഫോളോ ചെയ്ത് ഇത് കിട്ടുമെന്ന് അതൊരു മൈൻഡ് സെറ്റാണ്, മനസ്സിലായില്ലേ? അതെ. ഈ സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഈ വണ്ടി ഗിയറിട്ട് ഫസ്റ്റിൽ വണ്ടി എടുത്ത് കഴിയുമ്പോൾ വണ്ടി ഇങ്ങനെ ഓടും. അല്ലെങ്കിൽ സ്പീഡ് കൂടുന്നതനുസരിച്ച് വണ്ടിയുടെ ഗിയറുകൾ മാറണം. മാറ്റും. ഇതൊരു വിശ്വാസമാണല്ലോ. അതെ അതെ. എന്ന് പറയുന്നത് പോലെ ട്രസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം വളരെ ഈസിയാവും. ഇപ്പോൾ പറഞ്ഞല്ലോ സിസ്റ്റം ഫോളോ ചെയ്യണമെന്ന്. ഉം. എന്താണ് ആ സിസ്റ്റം എന്നൊന്ന് വ്യക്തമാക്കാമോ? ആ ഈ ഒരു കോച്ചിങ് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് സിസ്റ്റം. ഒന്ന്, നമുക്കൊരു പേഴ്സണൽ കോഡക്സ് ഉണ്ട്. ആ വ്യക്തി ആരാണോ, ഇപ്പോൾ ഒരു യോഗ അധ്യാപകനായിക്കോട്ടെ, അപ്പോൾ അയാളുടെ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തന്നെ പേഴ്സണൽ കോഡക്സ് തയ്യാറാക്കാം. നമുക്കൊരു പ്രോംപ്റ്റ് ഉണ്ട്, ആ പ്രോംപ്റ്റ് അനുസരിച്ച് പേഴ്സണൽ കോഡക്സ് തയ്യാറാക്കാം. പിന്നെ ഒരു ഓഡിയോ ക്ലിപ്പ്, സ്ട്രേഞ്ചർ സീക്രട്ട് എന്ന് പറയുന്നൊരു ഓഡിയോ ക്ലിപ്പുണ്ട്, അത് കേൾക്കണം. പിന്നെ സ്വന്തം വോയിസുള്ളൊരു അഫർമേഷൻ ഉണ്ട്, അത് കേൾക്കണം. പിന്നെ ഗോൾ റൈറ്റിംഗ് ഉണ്ട്, ഒരു 2 പേജോളം ഗോൾ റൈറ്റ്, 20ഓളം ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് അത് കൃത്യമായിട്ട് പ്രസൻറ്റ് ടെൻസിൽ എഴുതണം. പിന്നെ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡെയിലി ആളുകൾക്ക് കൊടുക്കുന്ന സിസ്റ്റങ്ങൾ. ഇതെന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ഒരു പരിചയമില്ലാത്തൊരു മേഖലയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ മുന്നിൽ കണ്ടുകൊണ്ട് അവർ വരിക. അപ്പോൾ അവർക്ക് വർഷങ്ങളായിട്ട് അവരുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ഒരു ഡീഫോൾട്ട് പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പറയുന്ന പോലെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോ കേട്ടാൽ മാത്രം പോരാ. പക്ഷെ ഒരു പരിധി വരെ അത് സഹായിക്കുമെന്നേ ഉള്ളൂ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞ പ്രോസസ്സ്. ഇതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വരുന്ന വ്യക്തി എത്ര ശതമാനമാണിത് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ ഈ ശ്രീരാമനും ഹനുമാനുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ കേട്ടിട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഈ ഹനുമാന് ഈ കടൽ ക്രോസ് ചെയ്യുന്നൊരു കഥയുണ്ട്. ജയ് ശ്രീറാം എന്ന് അദ്ദേഹം കല്ലിലെഴുതി, ഈ കല്ല് വെള്ളത്തിലിട്ടു, കല്ല് മുങ്ങിക്കിടന്നു. അങ്ങനെ ഓരോ കല്ലുകളും എടുത്ത് ജയ് ശ്രീറാം എന്ന് എഴുതി വെള്ളത്തിലിട്ടു. ആ കല്ല് ചവിട്ടിയാണ് അദ്ദേഹം പോകുന്നൊരു കഥയുണ്ട്. ഇത് അന്വേഷിച്ച് ശ്രീരാമൻ വന്നു. ശ്രീരാമൻ ജയ് ശ്രീറാം എന്ന് വെച്ചിട്ട് കല്ലിട്ടപ്പോൾ കല്ല് താന്നു പോയി. അപ്പം വിശ്വാസം ഹനുമാൻ ആ വിശ്വാസം ഉണ്ടായിരുന്നു. ഇതൊരു കഥയാണ്, പക്ഷെ അത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ട്രസ്റ്റ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. വിശ്വാസം. അതെ. ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിൻ്റെ പുറകെ പോകുന്നവരാണില്ലേ? ഒരു സോഷ്യൽ മീഡിയ തന്നെ എന്തെങ്കിലും ഒരു റീൽ ഇട്ടിട്ട് അതൊരു 1 മില്യൺ അടിക്കുവാണെങ്കിൽ ഉടനെ അതിൻ്റെ പുറകെ ബാക്കി എല്ലാവരും അത് കോപ്പി ചെയ്യും. അപ്പോൾ അതേപോലെ നമ്മളും ഇവിടെ ഈ ഡിജിറ്റൽ മേഖലയിൽ ഒരു കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവാനുള്ളൊരു സാധ്യതയുണ്ടോ? കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് ആവും, പക്ഷെ വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട് അദ്ദേഹത്തിന് പറ്റത്തില്ല. ഹി ക്യാൻ മേക്ക് ലോട്ട് ഓഫ് മണി, ഒരു വലിയ രീതിയിൽ പണം സമ്പാദിക്കാനായിട്ട് പറ്റും താൽക്കാലികമായിട്ട്. പക്ഷേ എപ്പോഴും ഇതിനകത്തൊരു നമ്മുടേതായിട്ടൊരു ഐഡൻറ്റിറ്റി വേണ്ടേ? ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അതേപടി കോപ്പി ചെയ്തുകൊണ്ട് ഒരാൾക്കൊരിക്കലും ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അയാൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അതിന് ഒരുപാട് ആക്ഷേപങ്ങളും അല്ലെങ്കിൽ ലാലേട്ടനെ കോപ്പി ചെയ്യുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു. അപ്പോൾ എത്രയോ നടന്മാരെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ട്രോളുകൾ. അത് സ്വാഭാവികമായിട്ട് വരും. സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ആ ഒരു മേഖലയിൽ, ഏതൊരു മേഖലയിലാണെങ്കിലും സ്വന്തമായിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ തന്നെ ഇപ്പോൾ അങ്ങയുടെ അടുത്ത് വരുന്നത് സംസ്കൃതം അധ്യാപിക, അതേപോലെ ട്രെയിനർ, പിന്നെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഇങ്ങനെ 3 സ്കില്ലുമായിട്ട്, വ്യത്യസ്തമായിട്ടുള്ള 3 സ്കില്ലുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒന്നാണ് എനിക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ്, കൗൺസിലിംഗ്, അതിൻ്റെ അകത്തിലെ സ്ട്രെസ് മാനേജ്മെൻറ്റാണ് എനിക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും എനിക്ക് ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു, ഈ 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ഡീഗ്രേഡ് ആയി പോകുമോ, അല്ലെ ഇത് വർക്കാവുമോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പം അതേപോലെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ട് വരുന്ന, മൾട്ടി സ്കിൽഡ് ആയിട്ട് വരുന്ന ഒരാളെ അതിൽ നിന്നും 5-ൽ നിന്നും 1 സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കും ഒരു ഭയം ഉണ്ടാവില്ലേ? ആ ഭയത്തെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുന്നത്?
ഭയത്തെ ഓവർകം ചെയ്യുന്ന ഒന്ന് നമ്മൾ ഇതിനൊരു പ്രോംപ്റ്റ് ഉണ്ട്. ഈ പ്രോംപ്റ്റ് കൃത്യമായിട്ട് നിഷ് ഫൈനലൈസേഷൻ ചെയ്തു കൊടുക്കും. ഓക്കെ. അവർക്ക് തന്നെ ചെയ്യാൻ നമ്മുടെ കോഴ്സിനകത്ത് പ്രീ കൺസൾട്ടിങ് മോഡൽ എന്നുള്ള കോഴ്സിനകത്ത് അത് പറയുന്നുണ്ട്. എങ്ങനെയാണ് അവരുടെ നിഷ് ഫൈനലൈസ് ചെയ്ത് ഒരു ഡിമാൻഡഡ് പ്രോഡക്റ്റാക്കി മാറ്റുന്നത്. ഓക്കെ, ഇനിയിപ്പം ഇനിഷ്യലി വരുന്ന ഒരാൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടണമെന്നില്ല, ഈ പറഞ്ഞത് ശരിയാണ്. അതെ അതെ. പക്ഷെ നിരന്തരമായിട്ടുള്ള നമ്മുടെ ഇന്നർ സർക്കിൾ കോളുകളിലൂടെ കടന്നു പോകുമ്പോൾ, നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേഷനിലൂടെ, നിരന്തരമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ, കമ്മ്യൂണിറ്റി കോളുകളിലൂടെ അയാൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തായി വരും. നിരന്തരമായിട്ട് അയാൾ നമ്മളെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ. നേരിട്ടൊരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുന്നതും ഓൺലൈനിൽ വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ഫിസിക്കൽ പ്രസൻസ് നമുക്ക് കിട്ടുക നേരിട്ട് വരുമ്പോൾ. അതെ അതെ ഓൺലൈനിലാകുമ്പോൾ നമ്മൾ സൂമിലോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോ നമ്മൾ കാണുന്നതേ ഉള്ളൂ. ശരിക്കും നമ്മൾ വ്യത്യസ്തമായ ഒരു വ്യക്തിയായിരിക്കും, മുൻപ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പരസ്പരം ഉള്ളൊരു ട്രസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്നൊന്ന് പറയാമോ? പറ്റും. ഇത് കമ്മ്യൂണിക്കേഷനാണ്. ആ ശരി. കമ്മ്യൂണിക്കേഷൻ നമ്മൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് വരുന്ന ആളോട് എനിക്കറിയാത്ത കാര്യങ്ങൾ അറിയത്തില്ലെന്ന് ഞാൻ പറയും. എനിക്ക് കാര്യം അറിയത്തില്ല. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ വളരെ ഓപ്പണപ്പാവും കാര്യങ്ങൾ. അപ്പം ഒരു കോച്ച് എന്നതിനേക്കാളുപരി എൻ്റെ ഉള്ളിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് എല്ലാ ആളുകളും അക്സെപ്റ്റ് ചെയ്തെന്നാണ് പൊതുവേ പറയുന്നത്. കമ്മ്യൂണിറ്റിയിലുള്ള പല ആളുകളും പറയുന്നൊരു കാര്യം ഇതാണ്. നമ്മൾ വളരെ സ്വതസിദ്ധമായിട്ട് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു സുഹൃത്തായിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ ട്രസ്റ്റായി, ദാറ്റ്സ് ഇറ്റ്. ഇത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. പിന്നെ നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചാനൽ ഓപ്പൺ ആവുന്നു. കോസൽ ബോഡി ടു കോസൽ ബോഡി ചാനൽ ഓപ്പൺ ആവുന്നു. പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തിൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതെ അതെ അതെ. അതെങ്ങനെയാണ് ഒരു പ്രീമിയം സെല്ലിങ്ങിലേക്ക് വഴിതിരിക്കുന്നത്? ആ പ്രീമിയം സെല്ലിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റോറി ടെല്ലിങ്. പ്രീമിയം സെല്ലിങ്ങിലല്ല, സെല്ലിങ് എന്ന് പറയുന്നൊരു സെല്ലിങ് എന്ന് പറയുമ്പോൾ അതൊരു ഇമോഷണൽ ഡിസിഷനാണ്. ഫാക്ട്സ് ക്യാൻ ടെൽ ബട്ട് സ്റ്റോറി ക്യാൻ സെൽ എന്ന് പറയാം. ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ഒരാളോട് ഇതുപോലെയുള്ള ആളുകളുണ്ടായിരുന്നു. ഇപ്പം വീഡിയോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടിയ ആളുകൾ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം വലിയ രീതിയിൽ ഈ മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ടു. വേണ്ട, അതിന് മുമ്പായിട്ട് എന്നെ തന്നെ എടുത്ത് പരിശോധിക്കാം. എനിക്ക് വീഡിയോ മേക്കിംഗ് സ്കില്ലില്ലായിരുന്നു, ക്യാമറ ഫിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു പാസ്റ്റ് പറയും. ഞാനും ഇങ്ങനെയായിരുന്നു, വീഡിയോ മേക്ക് ചെയ്യാണ്ട് എനിക്ക് കഴിവില്ലായിരുന്നു, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു, കൈയും കാലും വിറയ്ക്കുമായിരുന്നു. പക്ഷെ ഞാനതിൽ മാസ്റ്റർ ചെയ്തില്ല, ഞാൻ ജസ്റ്റ് തുടങ്ങി വെച്ചു. എന്ത് വേണമെങ്കിലും വരട്ടെ എന്ന് ഓർത്ത് തുടങ്ങി വെച്ചു. ഒരു പെർഫെക്ഷൻസിനെക്കുറിച്ച് ചിന്തിക്കാതെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീടാണ് വീഡിയോയിൽ മാസ്റ്റർ ചെയ്തത്. പിന്നീട് എൻ്റെ അടുത്ത് വന്ന പല ആളുകളും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തിരുന്നു. അവർക്കും നിരന്തരമായിട്ട് അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അവരും വീഡിയോ ക്യാമറ ഫിയർ ഓവർകം ചെയ്ത് അവർ പുറത്തേക്ക് വന്നു. ഇന്ന രീതിയിൽ ഇങ്ങനെ ഒരു കഥ അവരോട് പറയുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് പെട്ടെന്ന് കണക്കിലാവും. അതാണ് ഫാക്ട്സ് ക്യാൻ ടെൽ ബട്ട് സ്റ്റോറി ക്യാൻ സെൽ എന്ന് പറയാനുള്ള കാര്യം. ഇപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് പോലും വെറും 3 സെക്കൻഡ് അല്ലെ 5 സെക്കൻഡ് അങ്ങനെയുള്ളൊരു നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതായത് ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് ഫാസ്റ്റായിട്ട് അവർ ഒരു എക്സ്പേർട്ടായി മാറണം എന്നായിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡിജിറ്റലിലേക്ക് വരുമ്പോഴേക്കും എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഫാസ്റ്റായിട്ട് വളരാനായി? ഫാസ്റ്റായിട്ട് വളരാനായിട്ട് പറ്റും. ഞാൻ പറയുന്നൊരു കാര്യം, എൻ്റെ ഫണ്ണലിൽ പറയുന്നൊരു കാര്യം, യു ക്യാൻ ലോഞ്ച് യുവർ ബിസിനസ് ഇൻ ജസ്റ്റ് 72 hours. 72 മണിക്കൂറുണ്ട്. അതായത് 3 ദിവസം കൊണ്ട് ഒരു മനുഷ്യന് അയാളുടെ സ്കില്ലിനെ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ട് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. ഇതാർക്കാണ്? വീഡിയോ ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക്. ഇനി വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ 2 ദിവസം നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരാൾക്ക് വീഡിയോ ചെയ്യാം. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. പ്രീ കൺസൾട്ടിങ് മോഡൽ എന്ന് പറഞ്ഞല്ലോ, എന്താണെന്നൊന്ന് വ്യക്തമാക്കാവോ? പ്രീ കൺസൾട്ടിങ് മോഡൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഏതൊരു മനുഷ്യനും, ഏതൊരു സ്കിൽഡായിട്ടുള്ളൊരു വ്യക്തിക്കും ഈ ഒരു പ്രൊഫഷനിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും ഫാസ്റ്റായിട്ടുള്ളൊരു പ്രോസസ്സാണ് പ്രീ കൺസൾട്ടിങ് മോഡൽ.
കൺസൾട്ടിംഗ് എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പ്രീ കൺസൾട്ടിംഗ് എന്ന് കേട്ടിട്ടില്ല. കേട്ടിട്ടുള്ളവർ വളരെ കുറവായിരിക്കും. കൺസൾട്ടിങ്ങിന് മുമ്പുള്ളൊരവസ്ഥ. ഇപ്പോൾ ഒരാൾ ഒരു പ്രശ്നമായിട്ട് ഒരു ബാക്ക് പെയിൻ മാറാനായിട്ട് ഒരു യോഗ തെറാപ്പിയാണ് ഒരാൾ കൊടുക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അതെ. അപ്പം പ്രീ കൺസൾട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രീ കൺസൾട്ടിങ് നമ്മൾ പെയ്ഡാണ്, പേയ്മെൻറ്റ് വാങ്ങിയാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരും പേയ്മെൻറ്റാണ് ചെയ്യുന്നത്, ഞാനും പേയ്മെൻറ്റാണ് ചെയ്യുന്നത്. പ്രീ കൺസൾട്ടിങ് അതായത് അവരോട് നമ്മൾ പറയും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രമാത്രമുണ്ട്, ഇതെന്നാണ് തുടങ്ങിയത്, എന്താണ്. അപ്പോൾ ഇതിനെ ഇനീഷ്യലി ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കൺസൾട്ടിങ്ങിന് മുമ്പുള്ളൊരു സ്റ്റേജാണ്, ഒരു 45 മിനിറ്റ് ഒരു സെഷൻ ബുക്ക് ചെയ്യണം. ഇതൊരു പെയ്ഡ് പ്രോഗ്രാമാണ് എന്ന് പറയുമ്പോൾ ആളുകൾ പേയ്മെൻറ്റ് തന്ന് ആ ഒരു പ്രീ കൺസൾട്ടിലേക്ക് വരാനായിട്ട് റെഡിയാവും. ഓക്കെ, ഈ പ്രീ കൺസൾട്ടിങ്ങിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം മേടിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ കസ്റ്റമറെ ഇയാളുടെ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു പെയ്ഡ് പ്രോഗ്രാമിന് സാധിക്കും. നിരന്തരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മൈൻഡ് മാപ്പ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ക്ലാരിറ്റി റിപ്പോർട്ടുകൾ, കസ്റ്റമറിൻ്റെ ക്ലാരിറ്റി റിപ്പോർട്ട്, അവരുടെ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് ChatGPTയുടെ സഹായത്തോടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്താണ്, അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നു. അവർക്ക് ഓക്കെ, ഇത് സാധ്യമാണ്, ഇതിങ്ങനെ പ്രൊഫഷണലി മൂവ് ചെയ്യേണ്ട, സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്, എങ്കിൽ മാത്രമാണ് എൻ്റെ ബാക്ക് പെയിൻ മാറത്തുള്ളൂ എന്നുള്ളൊരു ചിന്ത ഈ കൺസൾട്ടിങ്ങിൽ, ഈ സെഷനിൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പം മെയിൻ കൺസൾട്ടിങ്ങിന് മുമ്പുള്ള ഒരു പ്രോസസ്സാണ് പ്രീ കൺസൾട്ടിങ്. അത് തന്നെ അതെന്താണ്, നമ്മുടെ മെയിൻ കൺസൾട്ടിങ്ങിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സെയിൽസ് പിച്ചും കൂടാണ് ഈ പ്രീ കൺസൾട്ടിങ്. ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആൾ, ഓൺലൈനിൽ വന്നിരിക്കുന്ന ആളുമായിട്ടൊരു അയക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു കണക്ഷൻ, ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ സാധ്യമാണ്, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളെക്കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ട്രസ്റ്റ്, ഈ ഒരു പരസ്പര ബന്ധം, രണ്ടുപേർ തമ്മിലുള്ള ഒരു റാപ്പോ കൃത്യമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രീ കൺസൾട്ടിങ്ങിന് സാധിക്കും. അവിടെ ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ മെയിൻ പ്രോഗ്രാമിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 50,000 രൂപ അല്ലെ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്.